ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഇഫ്താർ വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാനൊരു അടിപൊളി പോളൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ബട്ടർ ബീഫ് പോള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാദാ പോളയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറിയിൽ നിന്ന് ബീഫ് എടുക്കുകയാണ്. എന്നും ഇതന്നെയാണ് പണി. ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിൽ നിന്ന് ചിക്കനോ ബീഫോ ആയി കഴിഞ്ഞാൽ അതെടുക്കും. കാരണം കറിയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും, പിന്നെ നല്ല വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത്രയും ബീഫും പിന്നെ ഒരു തുള്ളി കറിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ പോവാണ്. ഒരു വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ബട്ടർ ബീഫ് പോള എന്നാണല്ലോ നമ്മുടെ ഇന്നത്തെ പോളൻ്റെ പേര്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയാണ് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇടുന്നത്. റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുള്ള ബട്ടറാണിത്. ഈ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ പീസസും പിന്നെ കുറച്ച് കറിയും ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. കറി വെച്ചിട്ടുള്ള ബീഫല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ബീഫിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. അപ്പോൾ ആ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ ബീഫ് വേവിച്ച്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. നല്ലോണം വെന്തിട്ടുള്ള ബീഫാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുത്തി ഉടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബീഫ് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ മസാല ഒക്കെ വാട്ടാനായിട്ട്. ആദ്യം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് ആയി വരണം. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇന്ന് ബീഫ് കറി ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ഇറച്ചിപ്പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിനായിട്ട് ആദ്യം ആ പിടി ഉണ്ടാക്കണം. കുഞ്ഞിപ്പിടി എന്ന് പറയും അതിന്, ചിലയിടത്ത് കുഞ്ഞിപ്പത്തൽ എന്നും പറയും. അപ്പോൾ അതിനായിട്ട് അരപ്പുണ്ടാക്കുകയാണിത്. കുറച്ച് തേങ്ങ എടുത്താണ്, അതിലേക്ക് ചെറിയുള്ളി, പെരിഞ്ജീരകം ഇത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുക. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്യാണ്. പിന്നെ ഇതിൽ ഞാൻ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. അല്ലാതെ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ആ മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അവസാനം നമ്മുടെ ബീഫും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നേരത്തെ ഞാൻ ആ തേങ്ങൻ്റെ അരപ്പ് കാണിച്ചില്ലേ, അത് ഈ മാവിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ മാവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടി കുഴക്കുന്ന പോലെ കുഴച്ചിട്ടുള്ളതാണ്. കുറച്ചും കൂടെ സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി തേങ്ങൻ്റെ അരപ്പും കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ്. ബീഫ് കറിയിലേക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് അരയ്ക്കാൻ പോവാണ് ഉമ്മ.
ഇനി ഞാൻ പോളക്കുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. സാധാരണ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബാറ്റർ വരുന്നത്. ആദ്യം തന്നെ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കണേ. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ നല്ലൊരു പച്ച കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്ക് 3 മുട്ട വെച്ചിട്ടും 5 മുട്ട വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ബാറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ മസാലയിലും ബീഫിലും ഒക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നല്ലോണം അടിച്ചെടുക്കണം. കുഞ്ഞിപ്പൊടി സാധാരണ ഉണ്ടാക്കുമ്പം കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷേ ഇവിടെ എല്ലാവർക്കും വലുതായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഉമ്മ കുറച്ച് വലുപ്പത്തിലാണ് ഇപ്പോൾ ഉരുട്ടിയെടുക്കണേ. അങ്ങനെ മുട്ടയും മല്ലിയിലേക്ക് ഞാൻ നല്ലോണം അടിച്ചെടുത്തേന് അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റവ് കത്തിച്ച് ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ആയിട്ടാണ് നമ്മുടെ പാൻ വെക്കണേ. പാൻ ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ബാറ്ററിലേക്ക് അവസാനമായിട്ടുള്ള സ്റ്റെപ്പാണ് ചെയ്ത് കൊടുക്കണേ. മൈദ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ ഈസി ആയിട്ട് മിക്സ് ആവാനും പിന്നെ നല്ലോണം പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൈദ ബാറ്ററിൽ നല്ലോണം മിക്സായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ പാനിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മളിപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാറ്റർ ഒഴിക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ സൈഡിലേക്കൊന്നും ആയിട്ടില്ലെങ്കിൽ മസാല ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഉണ്ടാവും, മൊത്തത്തിലൊരു കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണേ. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ബേസ് പകുതി കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ മസാല കവർ ചെയ്യുന്ന തരത്തിൽ ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം സൈഡിലൂടെ അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ നടുവിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാറ്റർ ഒഴിച്ചതിൽ ഒരിത്തിരി പ്രശ്നം വന്ന് താഴ്ഭാഗത്താണ് നമ്മൾ കൂടുതൽ ബാറ്റർ ഒഴിക്കേണ്ടത്. മേലേക്ക് കുറച്ച് മാത്രം വെച്ചാൽ മതി, ആ മസാല ഒന്ന് കവറാവുന്ന തരത്തിൽ. ഇന്ത്യയിൽ കുറേ ബാറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ മേലെ അത് മൊത്തം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുക്കാവാൻ കുറച്ചധികം സമയം എടുത്തു. 20-25 മിനിറ്റിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം കുറച്ചധികം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഉമ്മ കുഞ്ഞിപ്പൊടി വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കിയാണ് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഉരുട്ടി വെച്ചിട്ടുള്ള പിടി മൊത്തം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പോള വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് ക്യാരറ്റ് കട്ട് ചെയ്തത്. ക്യാരറ്റും പിന്നെ മല്ലിയിലയും ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറച്ച് ആർഭാടായിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി വന്നിട്ടുള്ള മസാല അതും ഇതിന് മേലെ ഇട്ട് കൊടുത്തിന്.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഉമ്മ നേരത്തെ വെച്ചിട്ടുള്ള ബീഫ് കറിയിൽ നിന്ന് കുറച്ച് കറി എടുത്ത് മാറ്റിയിട്ടുണ്ട് കുഞ്ഞിപ്പൊടിക്കായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ പിടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തേങ്ങ വറുത്തരച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറച്ചിപ്പിടി റെഡി. പിന്നെ അവസാനം നമ്മൾ കറിയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറവിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളെല്ലാം ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇന്ന് ഷാർജ ഷേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനെ പോളൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ പുഡിങ് ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തു. പോള ഞാൻ മറിച്ചിട്ട് കൊടുത്തിന്. മറിച്ചിടുമ്പം കുറച്ച് ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ മേലെ ചെയ്തിട്ടുള്ള ആ ഡെക്കറേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിന്. നമ്മൾ ബാറ്ററിൽ മല്ലിച്ചപ്പ് ഇട്ടുകൊണ്ട് നല്ലൊരു പച്ചക്കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോളയും റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറിച്ചിട്ടപ്പം ഡെക്കറേഷനൊക്കെ കോളായിപ്പോയി. അതാണ് ഉണ്ടായത്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നത്തെ ബട്ടർ ബീഫ് പോള എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മല്ലിയിലൻ്റെയും ബട്ടറിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇറച്ചിപ്പിടി എല്ലാവർക്കും അറിയുന്നതാവും, കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാവും. ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്